ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പലതരം ഡയറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പം ഞാനൊരു 17 വയസ്സ് മുതലൊക്കെ നല്ല വണ്ണമുള്ള ഒരാളാണ്. അപ്പം എന്ത് ഡയറ്റ് ചെയ്താലാണ് വർക്കൗട്ട് ആകുന്നത് എന്ന് പറഞ്ഞു തരാനൊന്നും ആരുമില്ല കേട്ടോ. ഞാൻ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു. എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ പലരും പലതും ട്രൈ ചെയ്യുന്നു. ചിലർക്കൊക്കെ വർക്കൗട്ട് ആകുന്നു. അവരൊക്കെ മെലീന കാണുമ്പോഴത്തേക്ക് അയ്യോ നമുക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ള പ്രശ്നവും അങ്ങനെ മാറ്റിയും മറിച്ചുമൊക്കെ ഞാൻ ഒരുപാട് ഡയറ്റൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പറ്റുന്ന ഒരു ഡയറ്റ് ഞാൻ കണ്ടുപിടിച്ചത്. സോ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എന്ത് ഡയറ്റാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്. സോ അതിനെക്കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എങ്കിൽ ഞാനൊരു ഡയറ്റീഷ്യനോ ന്യൂട്രീഷനിസ്റ്റോ ഒന്നുമല്ല, ഞാനൊരു ഡെന്റിസ്റ്റാണ്. സോ കുറേ കാലമായിട്ട് ഡയറ്റൊക്കെ ശ്രമിക്കുന്ന ഒരാളുടെ എക്സ്പീരിയൻസ് എന്നുള്ള രീതിക്ക് ഈ വീഡിയോ എടുത്താൽ മതിയാവും. അപ്പോൾ ഒരു ഡയറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ആണ്. നമ്മൾ വിചാരിക്കുന്ന വെയിറ്റിൽ നമ്മൾ എത്തണം എന്നുള്ളൊരു തോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ എന്ത് ഡയറ്റ് ചെയ്തിട്ടും അതുകൊണ്ടൊരു കാര്യമുള്ളൂ. അതല്ലാണ്ട് 2 ദിവസം ആരെങ്കിലും വല്ലതും പറഞ്ഞത് കേട്ടിട്ട് വിഷമിച്ചിട്ട് ഡയറ്റ് ചെയ്താൽ ഒരു കാര്യമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മതിയാക്കിയിട്ട് വീണ്ടും വലിച്ചു വാരിയിട്ട് കഴിക്കും, വീണ്ടും വെയിറ്റ് കൂടും. അപ്പം നമുക്ക് വേണ്ടത് ആദ്യം ഞാൻ ഇത്രയും വെയിറ്റ് കുറയ്ക്കും എന്നുള്ളൊരു എയിമാണ്. ആ ഒരു എയിം വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പലരും ആദ്യം ശ്രമിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറ്റ് എന്ന് പറയുന്നത് ഏതാ? കീറ്റോ ഡയറ്റ്. അപ്പം എന്തുകൊണ്ടാണ് കീറ്റോ ഡയറ്റ് എനിക്ക് വർക്കൗട്ട് ആകാത്തത് എന്നുള്ള കാര്യം ഞാൻ ആദ്യം പറയാം. എന്നെപ്പോലുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് ശ്രമിക്കേണ്ട കാര്യമില്ല. ഇത് വർക്കൗട്ട് ആയില്ല, നമുക്ക് ഒരുപാട് ദിവസമൊന്നും പിടിച്ച് നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സീനിയർ ഈ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് വെയിറ്റൊക്കെ കുറച്ച് ഒരു ദിവസം ക്ലാസ്സിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ ഇത്രയും വെയിറ്റ് കുറഞ്ഞു, പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പം ഭയങ്കര പ്രൗഡായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ കീറ്റോയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. കീറ്റോയെ കുറിച്ച് അറിയാമെങ്കിലും അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ ശ്രമിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഞാനും ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. രസമുള്ളൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ചിക്കനും മീറ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മട്ടണൊക്കെ ഒത്തിരി കഴിക്കുന്ന ഒരാളാണ്. ചീസ് ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് കീറ്റോ ഡയറ്റ് ഓക്കെ ആയിരിക്കും, എനിക്ക് ഒരുപാട് ദിവസം അതിൽ പിടിച്ച് നിൽക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മധുരവും ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. ഒത്തിരി മധുരത്തോട് താല്പര്യമുള്ള ആൾക്കാർക്ക് അത് മുഴുവനായിട്ടൊന്നും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാനൊക്കെ ഡയറ്റ് ചെയ്യുമ്പോൾ മധുരം ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഫ്രൂട്ട്സിലുള്ള മധുരം കിട്ടുമ്പോഴത്തേക്ക് ഒരു ആശ്വാസം കിട്ടും. സോ അങ്ങനത്തെ ഒരാൾക്ക് കീറ്റോ ഡയറ്റ് പറ്റത്തില്ലെന്ന് ഞാനൊരു ഒരാഴ്ച ആയപ്പോഴത്തേക്ക് മനസ്സിലാക്കി. എനിക്ക് ഭയങ്കരമായിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായി. ഈ പ്രോസസ്ഡ് ഷുഗറൊക്കെ ഞാൻ എളുപ്പത്തിൽ സ്റ്റോപ്പ് ചെയ്തു. കേക്ക് പോലത്തെ ഐറ്റംസ്, ചോക്ലേറ്റ്, ഐസ്ക്രീം ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഞാൻ ഈ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫ്രൂട്ട്സും എനിക്ക് തൊടാൻ പറ്റത്തില്ല. കീറ്റോ ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അതൊന്നും എനിക്ക് മതിയാകുന്നില്ലായിരുന്നു. ഒരുപാട് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ കീറ്റോ ഡയറ്റ് തീർച്ചയായിട്ടും വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് തന്നെയാണ്. പക്ഷേ എനിക്കത് വർക്കൗട്ട് ആയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ട്രൈ ചെയ്തൊരു സംഭവമാണ് ഈ പാലിയോ ഡയറ്റ് എന്ന് പറയുന്നത്. പാലിയോ അത് ഒരുപാട് ദിവസമൊന്നും ട്രൈ ചെയ്തില്ല കേട്ടോ. പാലിയോയ്ക്കകത്താണെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് പറ്റും, മീറ്റൊക്കെ കഴിക്കാനും പറ്റും. ഇതിനകത്ത് പക്ഷേ നമുക്ക് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. തൈരും പാലും ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. തൈരിനോടും പാലിനോടും ഒക്കെ വളരെ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. വീണ്ടും ഞാൻ അതിലും തോറ്റുപോയി. എനിക്കതും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ ചിലർ ട്രൈ ചെയ്യുന്നൊരു കാര്യമാണ് ഫ്രൂട്ട്സ് ഡയറ്റ്. ഫ്രൂട്ട്സ് കഴിക്കാം, വെജിറ്റബിൾസും അതിൽ ആഡ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഒട്ടുമിക്ക മലയാളികൾക്കും ഇതിൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് അത്രയും ഹെൽത്തി ഒന്നുമല്ല. കാര്യം ഇതിനകത്ത് നമുക്ക് പ്രോട്ടീൻ ഉൾപ്പെടുന്നില്ല. നമ്മൾ ഒരു മീറ്റ് ഐറ്റവും കഴിക്കുന്നില്ല, പനീർ പോലത്തെ സംഭവങ്ങളൊന്നും കഴിക്കുന്നില്ല, പയർ പരിപ്പ് പോലുള്ള സംഭവങ്ങളൊന്നും കഴിക്കുന്നില്ല. അപ്പം നമുക്ക് പ്രോട്ടീൻ്റെ കുറവുണ്ടാവും. അതുപോലെ എനർജി ഭയങ്കര ലോ ആയതായിട്ട് തോന്നും. ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതിൽ പിടിച്ച് നിൽക്കുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. വീട്ടിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് ഭയങ്കര ക്രേവിങ് തോന്നും, എന്തെങ്കിലും എരിവുള്ളത് കഴിക്കണം അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ഈ ഒരു ഡയറ്റും ഞാൻ ശ്രമിച്ചിട്ട് തന്നെ ഇല്ല, ശ്രമിക്കാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഇതിൽ പിടിച്ച് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി എനിക്ക് വർക്കൗട്ടായ ഒരു ഡയറ്റിനെ കുറിച്ചിട്ട് പറയാം. 10 കൊല്ലം ഈ പല ഡയറ്റുകളും ഒക്കെ ശ്രമിച്ച് ഇനി എനിക്ക് വെയിറ്റ് ഒന്നും കുറയ്ക്കാൻ പറ്റത്തില്ല, ജിമ്മിൽ പോയാൽ മാത്രമേ വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനിൽ ഞാൻ എത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ കോളേജിൽ രാവിലെ പോകാൻ, എനിക്ക് കുക്ക് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എനിക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടൊന്നും പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, രാവിലെ ഓട്സ് കഴിച്ചിട്ട് പോകും. ഉച്ചയ്ക്ക് മിക്കവാറും ഞാൻ കഴിക്കുന്ന പിന്നെ ഒരു 3
3 മണിക്കായിരിക്കും. ഞാൻ കോളേജിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നിട്ടായിരിക്കും പിന്നെ കഴിക്കുന്നത്. ഈ കഴിക്കുന്നത് എന്തെങ്കിലും ഒരു ചിക്കൻ കൊണ്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും. മിക്കവാറും ചോറും എന്തെങ്കിലും ചിക്കൻ കറിയോ. കാര്യം ഇത് എളുപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റും. മിക്കവാറും ഹസ്ബൻഡായിരിക്കും ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരന് 2 മണിക്കായിരുന്നു ഓഫീസ്. അപ്പം ഈ കുക്ക് ചെയ്ത് വെച്ചിട്ട് പോവുമായിരുന്നു. എന്തെങ്കിലും ഒരു ഐറ്റമേ ഉണ്ടാവുള്ളൂ, ചിക്കനോ എഗ്ഗോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു. വൈകുന്നേരം മിക്കവാറും ഞാൻ എഗ്ഗോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ കഴിക്കുമായിരുന്നു. ഇതൊന്നും തന്നെ ഡയറ്റ് എന്നുള്ള രീതിക്ക് ഞാൻ കഴിച്ചതായിരുന്നില്ല. ടൈം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ വെയിറ്റ് കുറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഓട്സ് കഴിക്കുന്നത് കൊണ്ടായിരിക്കണം വെയിറ്റ് കുറയുന്നത്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അത് കുറച്ചൊന്ന് മോഡിഫൈ ചെയ്ത് ഞാൻ ലോ കാർബ് ഡയറ്റായിരുന്നു ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇത് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ശ്രമിച്ചു നോക്കാം എന്ന് വിചാരിച്ചു. സോ ഈ ഒരു ഡയറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ചിക്കൻ കഴിക്കാൻ പറ്റും, മട്ടൺ, ബീഫ് ഇതൊക്കെ തന്നെ കഴിക്കാൻ പറ്റും, നല്ലോണം എഗ്ഗ് കഴിക്കാൻ പറ്റും, ഓട്സ് കഴിക്കാനായിട്ട് പറ്റും. ഓട്സിൽ തന്നെ പല ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും. ദോശ, ഇഡ്ഡലി, പുട്ട്, ഉപ്പുമാവ് ഇതൊക്കെ തന്നെ ട്രൈ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ റവയിൽ പല ഐറ്റംസും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. എനിക്ക് കുറയ്ക്കേണ്ടി വന്നത് വീറ്റും റൈസും ആയിരുന്നു. ഞാനിത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ചത് റൈസ്, വീറ്റ്, പിന്നെ സ്വീറ്റ് ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസ്, മൈദയിൽ ഉണ്ടാക്കുന്ന ഐറ്റംസ് ഇത്രയും കട്ട് ചെയ്തിട്ട് ഞാൻ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് എല്ലാം തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. അതായത് പാല്, തൈര്, മോര് ഇതൊക്കെ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പഠിത്തം കഴിയുമ്പോഴത്തേക്കും പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാം എന്നുള്ളൊരു ഐഡിയയിലൊക്കെ ആയിരുന്നു ഞങ്ങൾ. അപ്പോഴത്തേക്ക് ആ ഒരു ടൈമിൽ നമ്മൾ ഈ പാലൊക്കെ അവോയ്ഡ് ചെയ്യണ്ട, അത് കാരണം എനിക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി ഒന്നും വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പാലും തൈരും ഒക്കെ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. അത് കാരണം എൻ്റെ ഡയറ്റിനൊരു പ്രശ്നം വരുന്നതും ഇല്ലായിരുന്നു. ചോറും മതിയാക്കി ഷുഗറും മതിയാക്കിയപ്പോഴത്തേക്ക് തന്നെ ഒരുവിധം നല്ല റിസൾട്ട് വന്നു തുടങ്ങി. ഞാൻ ഇപ്പോഴും ആ പ്രോസസ്സിൽ തന്നെയാണ്. ഇപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ട്. അപ്പോഴത്തേക്ക് ഡെലിവറി ഒക്കെ ആയപ്പോഴത്തേക്ക് നല്ലോണം വെയിറ്റ് കൂടി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ജാനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ പലതവണ നിന്നുപോയി. കാര്യം പലതവണ വീട്ടിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് പറ്റത്തില്ലല്ലോ. നാട്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഡയറ്റൊന്നും അത്ര ശരിയാവത്തില്ല. അത് കാരണം പലതവണ എനിക്ക് ഡയറ്റിൽ നിന്ന് പുറത്ത് വരേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ ആ പ്രോസസ്സിൽ തന്നെയാണ്. ഞാൻ ഡെലിവറി സമയത്തുള്ള വെയിറ്റിൽ നിന്ന് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് വർക്കൗട്ടായ ഒരു ഡയറ്റ് എന്ന് പറയുന്നത് ലോ കാർബ് ഡയറ്റ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എന്താണോ വർക്കൗട്ട് ആകുന്നത് അത് നമുക്ക് കണ്ടുപിടിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാൻ ഇപ്പോൾ കുറേ ഡയറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. ഏത് ഫുഡാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ചുള്ള ഡയറ്റ് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രൂട്ട്സിനോടൊന്നും വലിയ താല്പര്യമില്ല, വെജിറ്റബിൾസും മീറ്റ് ഐറ്റംസും മതിയാകും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കീറ്റോ ഡയറ്റ് ട്രൈ ചെയ്യാനായിട്ട് പറ്റും. അതല്ല നിങ്ങൾക്ക് ഫ്രൂട്ട്സിനോടൊക്കെ നല്ല താല്പര്യമുണ്ട്, മധുരത്തിനോട് താല്പര്യമുണ്ട്, അതൊന്നും ഇല്ലാണ്ട് നിൽക്കാൻ പറ്റത്തില്ലെന്നാണെങ്കിൽ ഇതുപോലെ ലോ കാർബ് ഡയറ്റ് ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതൊന്നും അല്ല, നിങ്ങൾക്ക് നല്ല മെറ്റബോളിസം ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് വേഗം വെയിറ്റ് കുറയും, ഷുഗറി ആയിട്ടുള്ള ഐറ്റംസും ഫ്രൈഡ് ഐറ്റംസും മാത്രം കട്ട് ഡൗൺ ചെയ്താൽ മതിയാകുന്നുണ്ടെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഡയറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരി എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം കഴിക്കും. ചോറ് കഴിക്കും, ഗോതമ്പിലുണ്ടാക്കിയ എല്ലാ ഐറ്റംസും കഴിക്കും, ചെറിയ രീതിക്കൊക്കെ മധുരമൊക്കെ കഴിക്കും, എന്നിട്ട് പോലും വെയിറ്റ് കുറഞ്ഞു. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് നല്ല മെറ്റബോളിക് റേറ്റ് ആയിരുന്നു. പുള്ളിക്കാരി ചെറിയ രീതിക്ക് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് ഐസ്ക്രീം, ചോക്ലേറ്റ് പോലുള്ള ഐറ്റംസ് മാത്രം സ്റ്റോപ്പ് ചെയ്തു. ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുന്നില്ലായിരുന്നു. പക്ഷെ എന്നെ പോലെ മെറ്റബോളിക് റേറ്റ് വളരെ കുറവായിട്ടുള്ള, കുറച്ചൊക്കെ ചോറ് കഴിച്ചാൽ തന്നെ നല്ല രീതിക്ക് വണ്ണം വയ്ക്കും എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ലോ കാർബ് ഡയറ്റ് തന്നെയായിരിക്കും നല്ലത്. ഇനി ഒരിക്കലും ശ്രമിക്കാൻ പാടില്ലാത്തൊരു ഡയറ്റിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. അതെന്താണെന്ന് വെച്ചാൽ വാട്ടർ ഡയറ്റ്. അതൊരു ട്രെൻഡായിട്ട് നിന്നൊരു സമയമുണ്ട്. അതായത് വെള്ളം മാത്രം കുടിക്കുക, 7 ദിവസം വെള്ളം മാത്രം കുടിച്ചിട്ട് 4 കിലോ കുറയ്ക്കുക. അങ്ങനെ ചെയ്യാനേ പാടില്ല. അത് പലരും വീഡിയോസ് തന്നെ അതിനെക്കുറിച്ച് ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും അത് വർക്കൗട്ട് ആകണമെന്നില്ല. വർക്കൗട്ട് ആകുക എന്നുള്ളതല്ല, എല്ലാവരും അതിൽ പിടിച്ചു നിൽക്കണം എന്നില്ല. നമ്മുടെ ബോഡിയിലുള്ള സോഡിയം ലെവലൊക്കെ കുറഞ്ഞു പോയിട്ട് വളരെ ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷനിൽ എത്താം. സോ ഒരിക്കലും അത് ഫോളോ ചെയ്യാനായിട്ട് പാടില്ല. എന്തെങ്കിലും ഫുഡ് ഐറ്റം കഴിച്ചിട്ട് തന്നെ ഡയറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വെള്ളം മാത്രം കുടിച്ചിട്ട് ഡയറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയിലോട്ടൊന്നും ചിന്തിക്കാണ്ടിരിക്കുക. നമ്മളുടെ ലൈഫിനെ കൊണ്ടുപോയിട്ട് കളഞ്ഞിട്ട് വണ്ണം കുറയ്ക്കുക എന്നുള്ളൊരു ഇതിലോട്ടൊന്നും പോകരുത് എന്നേ ഞാൻ പറയുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഏതാണ്, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.